സഹോദരിമാരെ, അലസത മാറ്റണം. നിസ്കാരത്തിന് ശേഷം ശരീരത്തെ ഒന്ന് പിടിച്ചിരുത്ത, അവിടെ ദിക്ർ മുഴുവനും കഴിഞ്ഞിട്ടേ എഴുന്നേൽക്കുള്ളൂ എന്ന് തീരുമാനിച്ചോളൂ. ഒന്ന് സുബൈ മുതൽ കൂട്ടി നോക്കി എത്ര അങ്ങനെ ദിക്ർ ചൊല്ലിയിരുന്നിട്ട്. അങ്ങനെ നിസ്കാരക്കുപ്പായിട്ട് ഇരിക്കുമ്പോൾ തോന്നും ദിക്റല്ലേ, നമുക്ക് പോകുമ്പോൾ നടക്കുമ്പോഴും ചെയ്യാം, അടുക്കളയിൽ നിന്നും ചൊല്ലാം എന്നങ്ങനെ കരുതിപ്പോകും. പക്ഷെ കുറച്ചങ്ങോട്ട് പോകുമ്പോഴേക്ക് തന്നെ മൊബൈൽ കയ്യിൽ വരും. പിന്നെ ദിക്ർ വേറെ രൂപത്തിലൂടെ മാറിപ്പോവും, വഴി മാറിപ്പോവും. പിന്നെ ഹലോ ഹലോ ആയി പോവും. വേറെ ഷുഗറിലേക്ക് പോയാൽ അത് നിൽക്കും. നമ്മളവസ്ഥ അല്ലേ? അപ്പോൾ പരമാവധി ചെയ്യുന്നത് അവിടെ തന്നെ ഇരുപ്പുറപ്പിച്ച് ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടാകുക. ആകെ ഒരു 2-3 മിനിറ്റല്ലേ ആവശ്യം വരുള്ളൂ. കുറഞ്ഞ ദിക്റും ഒരു ആയത്തിൽ കുർസിയും പിന്നെ ഒരു 110 ദിക്റും അല്ലേ, 110 അല്ല 110, ഒരു 110 ദിക്റും പിന്നെ ഒരു 2-2.5 മിനിറ്റോളം നീളുന്നൊരു ദുആയല്ലേ ഉള്ളൂ. ആകെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 4-5 മിനിറ്റേ വരുള്ളൂ, 10-15 മിനിറ്റൊന്നുമില്ല. പക്ഷെ ആ ദിക്ർ വലിയ ശ്രേഷ്ഠമായ ദിക്റാണ്. അത് ഇരുപ്പുറപ്പിച്ചത് ചൊല്ലാതെ പോകുന്ന ആളുകളെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ താക്കീത് ചെയ്തിട്ടുണ്ട്. എങ്ങോട്ടാ അങ്ങനെ കുടഞ്ഞു പോകുന്നതെന്ന്. അലൈസ ലക ഫില്ലാഹി ഹാജ എന്ന് തങ്ങളുടെ ചോദ്യം. അള്ളാഹുവിനോടൊന്നും ചോദിക്കാനില്ലേ? നിസ്കാരത്തിൽ ചോദിച്ചൊക്കെ അള്ളാഹിനോട് തന്നെയല്ലേ? അതല്ല ചോദ്യം, നിസ്കാരം കഴിഞ്ഞിട്ടും ചോദിക്കണം. അതുകൊണ്ടല്ലേ അല്ലാഹു തആല പറഞ്ഞത് ഫൈദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ആയത്തങ്ങനെ ഓതിയാൽ മതി. ഫൈദാ ഫറഗ്ത ഫൻസബ്, നിസ്കാരം കഴിഞ്ഞാൽ ഫൻസബ്, പ്രാർത്ഥനയിൽ ദിക്റിൽ മുഴുകണം. പ്രാർത്ഥനയിലും ദിക്റിലും മുഴുകുന്നതിൻ്റെ മനസ്സിൻ്റെ ചിന്ത എന്താകണം? വഇലാ റബ്ബിക ഫർഗബ്, റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് ആഗ്രഹങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് കൊടുത്തിട്ടാകണം ആ ദിക്റും ദുആയിലൊക്കെ മുഴുകേണ്ടത്. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. പടച്ചോനെ, ഇങ്ങനൊന്നും നിസ്കരിച്ചാൽ പോരാ, ഇങ്ങനൊന്നും അമൽ ചെയ്താൽ പോരാ. ഒരു ഫാത്തിഹയിൽ പോലും എൻ്റെ മനസ്സ് ഏകീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. റുക്കൂയിലെ ഒരു 3 തസ്ബീഹിൽ പോലും നിന്നിലേക്ക് മാത്രം തിരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അത്തഹിയാത്തിൽ പോലും നിന്നിലേക്ക് മാത്രമാക്കാൻ എൻ്റെ മനസ്സിനെ കിട്ടിയിട്ടില്ല. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. വൈകല്യമുള്ളവനാണ് അല്ലാഹ്, മാപ്പാക്കണം. പോരായ്മയുള്ളവനാണ് അല്ലാഹ്, പൊറുക്കണം. അള്ളാഹുവിനോട് അപേക്ഷ നടത്തുന്ന മനുഷ്യൻ അല്ലാഹു കൂടുതൽ തൗഫീഖ് നൽകുകയാണ്. പടച്ച റബ്ബിന്റെ മുന്നിൽ അവൻ സമ്മതിക്കുന്നു, പടച്ചോനെ ഞാനൊക്കെ ചെയ്തു എന്നല്ല,